വർക്ക് സ്ട്രെസ് നന്നായിട്ട് കൂടുന്നുണ്ട്. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ ഈ വർക്ക് സ്ട്രെസ് കാരണം നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നു ആൻഡ് കുടുംബജീവിതത്തിനെ ബാധിക്കുന്നു, ഇതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? വർക്ക് സ്ട്രെസ്സിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന്, ചിലർക്ക് ഭയങ്കര ടാർഗറ്റ്സ് ഉണ്ട്, ചിലപ്പം അൺറിയലിസ്റ്റിക് ടാർഗറ്റ്സ് ആണ്. മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ചിലപ്പം ടാർഗറ്റ്സ് ഒത്തിരി കൂട്ടിക്കൊടുത്തിട്ട് പിന്നെ അതിനെ അച്ചീവ് ചെയ്യാൻ പുഷ് ചെയ്യുക. പിന്നെ ചിലർക്ക് ജോലി കണ്ടൻറ്റ് ഒത്തിരി കൊടുത്തിട്ട് അപ്പോൾ അത് സമയത്തിന് തീരാൻ പറ്റുന്നില്ല. എസ്പെഷ്യലി നോർമലി നമ്മൾ കാണുന്നത് ഈ അക്കൗണ്ട്സ്, IT ഫീൽഡ്സ്, നല്ല രീതിയിൽ സ്ട്രെസ്സും ഒരു മിസ്റ്റേക്കും ഉണ്ടാക്കാൻ പാടില്ലാത്ത ചില റോൾസാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജോലി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സാമ്പത്തികമായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ നാളെ ജോലി പോകുമ്പോൾ എന്നുള്ളൊരു പേടി ഒരു റിയലിസ്റ്റിക് കാര്യമാണ്. അപ്പം ചിലർ പറയാറുണ്ട്, ഈ സ്ട്രെസ് എടുക്കല്ല, കുഴപ്പമില്ല, അത്രയും സീരിയസ് ആയിട്ട് എടുക്കല്ല. ബട്ട് അതൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദറ്റ് നമ്മൾ കറക്റ്റ് ടൈമിൽ ഒരു ഡിസിപ്ലിൻഡായിട്ട് ജോലിയിൽ കറക്റ്റ് ടൈമിൽ അപ്രോച്ച് ചെയ്യുക, ആ സമയത്തിന് നമ്മൾ കറക്റ്റായിട്ട് ജോലിയിൽ ഫോക്കസ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ മാക്സിമം ബെസ്റ്റ് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അതാണ് നമ്മൾ അവിടെ ജോലിയുടെ സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഡിസിപ്ലിൻഡായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആവണം. പിന്നെ നെക്സ്റ്റ്, നമ്മുടെ ആ സ്ട്രെസ്സ് കാരണം നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ അല്ലെങ്കിൽ നമ്മുടെ മാനസികാരോഗ്യത്തിനെ അത് ബാധിക്കാൻ തുടങ്ങും. അപ്പോഴാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. ബിക്കോസ് ഇന്നത്തെ ജോലിയുടെ സ്ട്രെസ്സ് കാരണം വീട്ടിൽ വരുമ്പം ആ സ്ട്രെസ്സ് വീട്ടിൽ കാണിച്ചില്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ ബാധിച്ച് വരുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ഡേ നമ്മൾ പിന്നെയും ടയേർഡ് ആവുക. അപ്പോൾ പിന്നെയും നമ്മുടെ ക്വാളിറ്റി ഓഫ് ജോബ് പിന്നെയും കുറയും. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഡേ പിന്നെയും ബാധിക്കും. ഇപ്പോൾ ഇതൊരു സൈക്കിളായി മാറും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ സൈക്കിൾ ഒന്ന് ബ്രേക്ക് ചെയ്യണം. സോ ഡിസിപ്ലിൻഡായിട്ട് ജോലി ചെയ്യുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഫാമിലിയുടെ അടുത്ത് ചില ടൈം സ്പെൻഡ് ചെയ്യുക. ഇപ്പം ആൾക്കാർ ചെയ്യുന്നത് അവരുടെ പേഴ്സണൽ റിലാക്സേഷന് വേണ്ടിയിട്ട് മൊബൈലിൽ കയറുക, ഷോർട്ട് സിനിമ കാണുക, ഷോർട്ട് റീൽസ് കാണുക, അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുക. നമ്മൾ അത് എത്ര ചെയ്താലും നമ്മുടെ മൈൻഡ് പിന്നെയും സ്ട്രെസ്ഡ് ആവുന്നതേ ഉള്ളൂ. സോ ഫാമിലിയിൽ ചില ടൈം സ്പെൻഡ് ചെയ്യുകയാണ് ആൻഡ് സംസാരിക്കുക. എസ്പെഷ്യലി നമ്മൾ പറയുന്നത് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ കൂടെ ഒരു 20 മിനിറ്റ്സ് ഒന്ന് സ്പെൻഡ് ചെയ്യുക ആൻഡ് ആ കുഞ്ഞിന് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പിന്നെ ഒരുമിച്ച് ഡിന്നർ കഴിക്കുക. ആ സമയത്ത് മൊബൈലെല്ലാം മാറ്റി വെച്ചിട്ട് ഡിന്നർ കഴിക്കുക, മീൽസ് കഴിക്കുക. എന്നിട്ട് ആ സമയത്ത് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. സെക്കൻഡ്ലി, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്. നമ്മൾ ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ഒരു ഷോർട്ട് ജോഗ്, ചെറിയൊരു ജോഗ്, അത് റോഡിലൊന്നും ഇറങ്ങണ്ട, നമ്മുടെ മുറ്റത്തിൽ തന്നെ മതി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം. കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. 20 മിനിറ്റ്സ്, അതാണ് ഇതിൻ്റെ ടൈമിംഗ്. അല്ലാതെ ഒരു 1 അവർ 1.5 മണിക്കൂറോ ജിമ്മിൽ പോകണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു 20 മിനിറ്റ്സ് നമ്മുടെ ഫാമിലി, പിന്നെ ഒരു 20 മിനിറ്റ്സ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത്. സോ ഈ ടെക്നീക്സ് ചിലർക്ക് തന്നെ പഠിക്കാൻ പറ്റുന്നുണ്ട്, ചിലർക്ക് തന്നെ പഠിക്കാൻ പറ്റുന്നില്ല. അപ്പം കൗൺസിലേഴ്സിനെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങൾ പഠിപ്പിച്ച് തരാൻ പറ്റും.